നമ്മളിപ്പോൾ ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണുള്ളത്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഒക്ടാവിയ RS. ഒക്ടാവിയ RS എന്താണെന്നുള്ളത് ഈ ചാനലാണെന്ന് ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ടാത്തതുകൊണ്ട് നമുക്ക് നേരെ ഇതിൻ്റെ സ്റ്റൈലിങ്ങിലേക്ക് കിടക്കാം. സാധാരണ ഒക്ടാവിയ അപേക്ഷിച്ച് യു ഗെറ്റ് സ്പോർട്ടിയർ ബമ്പേഴ്സ്, സൈഡ് സ്കേർട്സ്, bigger 19-inch wheels, twin exhaust, a small lip spoiler, gloss black grille and blacked out logos. സോ ഇൻറ്റീരിയേഴ്സ് ഒക്കെ നമ്മുടെ മറ്റേ ഒക്ടേവിയായിട്ട് നമുക്ക് ഫെമിലിയർ ആണ്. കുറച്ചുകൂടി വലിയ സ്ക്രീനും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഫീൽസ് ഇൻസ്റ്റൻ്റ്ലി ഫെമിലിയർ. നമ്മളൊരു VAG പ്രോഡക്റ്റിൽ കാരണം പോലെ തന്നെ നമുക്ക് എവറിത്തിങ് ഫീൽസ് ഫെമിലിയർ. ഡാഷ്ബോർഡിൽ നമുക്കൊരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമും അതുപോലെ തന്നെ സ്വേഡ് മെറ്റീരിയലിൻ്റെ ഒരു ഓവർലേയും നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി ബെറ്റർ ലോഡഡ് ആണ് ഗോൾഫ് GTA വെച്ച് നോക്കുമ്പോൾ. യു ഗെറ്റ് പവേർഡ് സീറ്റ്സ്, കുറേ കൂടി നൈസർ മെറ്റീരിയൽസ് ആണ് ഓവറോൾ ക്യാബിനിലൊക്കെ നോക്കുകയാണെങ്കിൽ. യു ഗെറ്റ് പാർട്ട് ലെതർ, പാർട്ട് സ്വേഡ് സീറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒബ്വിയസ്ലി നോട്ട് സൺറൂഫ്, കാരണം ഈ ഒരു ജനറേഷനിൽ ദേ ഡിഡ്ന്റ് എഞ്ചിനീയർ ദിസ് കാർ ഫോർ ദ സൺറൂഫ് എന്നാണ് അന്ന് ഇറക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്. ഇതിൻ്റെ എസ്റ്റേറ്റ് വേർഷന് സൺറൂഫ് ഉണ്ടായിരുന്നു, ബട്ട് ഓൾ ദ 4 door sedans അതിന് സൺറൂഫ് ഉണ്ടായിരുന്നില്ല. സോ അത് ഒക്ടാവിയ RSലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇന്ത്യയിൽ എസ്പെഷ്യലി സൺറൂഫ് വളരെ ഒരു സെല്ലിംഗ് പോയിന്റ് ആണ് പല വണ്ടികളുടെയും. ടാറ്റയുടെയൊക്കെ ഐ തിങ്ക് 40% സെയിൽസ് ഒക്കെ സൺറൂഫ് ഉള്ള മോഡലാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെട്രിക്. ഡിസ്പ്ലേയിൽ നമുക്ക് യു ഗെറ്റ് ഓയിൽ ടെമ്പറേച്ചർ, കൂളൻ ടെമ്പറേച്ചർ, അങ്ങനെ ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡബിൾ ഡയൽസ് നമുക്ക് അനലോഗായിട്ട് തോന്നുന്നതുകൊണ്ട് ഇറ്റ് ഈസ് റിയലി ഗുഡ്. ദ ന്യൂ സ്റ്റിയറിംഗ് ഇറ്റ്സ് റിയലി സ്മോൾ, അത്യാവശ്യം കംഫർട്ടബിൾ ആണ് പിടിക്കാനായിട്ട്. ഇവിടെ സ്കോഡ എന്നുള്ള ലെറ്ററിംഗ് വന്നിട്ടുണ്ട് rather than the logo. ഇനി നമുക്ക് ഒരു ഡ്രൈവിന് പോകാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് ഈ ഒരു ESP ഒന്ന് ഓഫ് ആക്കാം. നമുക്കിതിൽ ESP ഓഫ് ചെയ്യണത് കുറച്ചും കൂടിയും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. കാരണം യു ഹാവ് ടു ഗോ ഇൻ ടു ദ മെനു. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വെഹിക്കിൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം വി ഹാവ് ടു പ്രസ് ദ ബ്രേക്സ്. അതിൽ നിന്ന് വേണം ESC എടുത്തിട്ട് ESC ഓഫ് എന്നുള്ളൊരു മോഡ് സെലക്ട് ചെയ്യാൻ. വളരെ പരിചയമുള്ള ഒരു സുഹൃത്തിനെ കുറേ കാലം കൂടി കാണുമ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ഒക്ടാവിയ RS ഓടിക്കുമ്പോൾ. സോ ഓൺ ടു ദ ട്രാക്ക് നൗ. നട്ടുച്ച നേരമാണ്. നമുക്ക് ഇന്ത്യയിൽ ആക്ച്വലി 4 ജനറേഷൻ ഒക്ടാവിയ RS കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ Mark 4. സോ 4.5 ആണ്. ദിസ് ഇസ് ദ ഫേസ് ലിഫ്റ്റ്. ഇറ്റ്സ് സ്ലൈറ്റ്ലി ലാർജർ. നമ്മൾ ഗോൾഫ് GTA വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 1/2 meter ലെങ്ത് കൂടുതലുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ വൈഡർ. വെയ്റ്റും കുറച്ച് കൂടുതലുണ്ട്. സോ ദിസ് അബൌട്ട് 80 kilos ഹെവിയർ. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് ബേസിക്കലി ദ സെയിം കാർ. എസെൻഷ്യലി അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു സ്പോർട്ടിയർ കസിൻ പോലെയാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത്. ആൻഡ് കുറച്ചും കൂടി ഒരു ബോയ് റേസർ ഇമേജും ഉണ്ട്. ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഗോൾഫ് GTA കുറച്ചും കൂടി ഒരു പ്രായമായ ഒരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാസ്സി, നമുക്ക് അണ്ടർസ്റ്റേറ്റഡ് ആണ്, മനസ്സിലാവരുത് എന്നുള്ള രീതിയിലാണ് വെച്ചേക്കണമെങ്കിൽ ദിസ് കാർ ഈസ് അബൌട്ട് ബിറ്റ് മോർ, കുറച്ചും കൂടി ഒരു യൂത്ത്ഫുൾ ഇമേജ് ആണ്. എസ്പെഷ്യലി ഈ ഒരു മാമ്പ ഗ്രീൻ കളറിൽ യു റിയലി വാണ്ട് ടു സ്റ്റാൻഡ് ഔട്ട്. ഒക്ടാവിയ RS എന്നും സ്പെഷ്യൽ കളേഴ്സിൽ ഇന്ത്യയിൽ അവൈലബിൾ ആക്കാൻ സ്കോഡ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ്റെ ആ ഒരു ലെമൺ യെല്ലോ ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആൻഡ് ഇറ്റ് ഹസ് സച്ച് എ ബോയ് റേസർ വൈബ്. നമ്മൾ വളരെ യങ് ആയിട്ടുള്ളൊരു പയ്യനാണ് ഇത് ഓടിക്കുന്നതായിട്ട് നമ്മളെപ്പോഴും മനസ്സിൽ പിക്ചറൈസ് ചെയ്യുക. സോ ഈ ഒരു വണ്ടിയിൽ യു ഗെറ്റ് ദ 19-inch വീൽസ്. ഫോക്സ്വാഗൻ സ്കോഡ ഗ്രൂപ്പിൽ എല്ലാ വീലിനും ഒരു പേരുണ്ട്. ഗോൾഫ് GTAയിലുള്ള വീല് നമുക്കറിയാം, ഇറ്റ് വാസ് കോൾഡ് ദ റിച്ച്മോണ്ട് അലോയ്. ദിസ് ഈസ് കോൾഡ് ഏലിയാസ്. സോ സാഗർ, ഏലിയാസ്, ജാക്കിന് കീഴിലുണ്ട്. സോ ദ വീൽസ് ഹാവ് 225, 40, 19 ടയേഴ്സ്. പലർക്കും ഈ വീലുകൾ കാണുമ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ വീലുകൾ പോലെയാണ് തോന്നുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ട്രിം ഇൻസേർട്ട്സ് തന്നെയാണ് അതിന് കാരണം. പുറത്തൊക്കെ ഒരു പോപ്പുലർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഇൻസേർട്ട്സ് ഊരിക്കളയുന്നതാണ്. ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഡിഫറെൻറ്റ് വിത്തൗട്ട് ദാറ്റ്. സോ ഒക്ടാവിയ RSന് ഗോൾഫ് GTAയിലുള്ള സെയിം 2 liter ഇൻലൈൻ 4 ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. സോ വിത്ത് ദ EA888 LK3 എന്ന് പറയുന്ന എഞ്ചിനാണ്. സോ ഇറ്റ്സ് ദ 4th generation. 4 valves per cylinder ആണ്. DOHC ആണ്. എക്സോസ്റ്റ് മാനിഫോൾഡ് ഹെഡിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. 2900 PSI ഫ്യൂൽ പ്രഷർ ഉണ്ടായിരുന്ന പ്രീവിയസ് ജനറേഷൻ EA888 അപേക്ഷിച്ച് ഈ ഒരു Evo 4ൽ 5076 PSI ആണ് ഫ്യൂൽ പ്രഷർ. ഇത് സ്റ്റിൽ എ കാസ്റ്റ് അയൺ ബ്ലോക്ക്. അപ്പോൾ അത് കുറേ കൂടിയും റോബസ്റ്റ് ആണ്. വേർ ഇറ്റ് ക്യാൻ ടേക്ക് സോ മച്ച് ബൂസ്റ്റ്. നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കുറേ കൂടി ബൂസ്റ്റ് പ്രഷേഴ്സ് ഒക്കെ പറ്റും. ആൻഡ് ഇറ്റ് ഹാസ് ആൻ അലൂമിനിയം ഹെഡ് ആൻഡ് ഡ്യുവൽ VVT. ഇൻടേക്ക് സൈഡിൽ ഡ്യുവൽ VVT ഉണ്ട്. എക്സോസ്റ്റ് സൈഡിൽ യു ഗെറ്റ് ദ വാൽവ് ലിഫ്റ്റ് ഓൾസോ. അത് അഡ്ജസ്റ്റബിൾ ആണ്, കണ്ടിന്യൂസ്ലി വേരിയബിൾ ആണ്. സോ ഇറ്റ്സ് എ റിയലി പൊട്ടൻറ്റ് മോട്ടർ. നമുക്കിവിടെ കിട്ടുന്നത് 261 ഹോഴ്സ് പവർ ആൻഡ് 370 Nm ആ ഒരു സ്റ്റേറ്റ് ഓഫ് ട്യൂൺ ആണ്. ആൻഡ് ദിസ് ഇസ് ദ ഹയസ്റ്റ് വി ഹാവ് ഹാഡ്. നമുക്കിപ്പോൾ ഇതുവരെയുള്ള ഒക്ടാവിയ RSകളിലൊക്കെ ഏറ്റവും
higher state of tune was the 245 RS last time launch ചെയ്തത്. On the main straight 120, 140, 150, 160, 170, 180. Golf GTI is slightly faster because it's a little lighter. So the acceleration is really good. നമ്മളൊരു claimed I think 6.3 secondsലാണ് അവർ പറയണത്, and it can still change directions properly. You feel that DNA, അത് കൊള്ളാം. ഇതിനൊരു ബ്രേക്ക് വെക്ടറിംഗ് സിസ്റ്റം ഉണ്ട്. സോ Volkswagen calls it the XDS. So it can brake an individual wheel. നമുക്ക് ഇന്നർ വീല് ബ്രേക്ക് ചെയ്യണം, you can feel that. It will eat up your brake pads, പക്ഷേ the way it makes the car tuck in a little bit into the corner, that makes a world of difference. We don't get the full VAQ. നമുക്ക് പുറത്തെ മാർക്കറ്റിലുള്ള ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ല ഇന്ത്യയിൽ. It's just the XDS. ബട്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the faster you go, the more the car turns into a corner. And it feels very natural. നമുക്കിപ്പോൾ ആ ഒരു സ്റ്റിയറിംഗിൻ്റെ വേരിയബിൾ റേഷ്യോ സ്റ്റിയറിംഗ് ആണ്. സോ the steering gives you the kind of feedback. It's not as good as the last generation, പക്ഷേ it's good enough. And you can really push it. And as far as front wheel drives go, ഈ ഒരു വണ്ടിയിൽ നമുക്ക് you get a very balanced chassis, നല്ല സ്ട്രക്ചറൽ റിജിഡിറ്റി ഉണ്ട്. ഈ ഒരു 4th generation, the NX എന്ന് പറയുന്ന ഈ ഒരു ജനറേഷനിൽ യു ഗെറ്റ് എ വെരി ടൈറ്റ് ഷാസി. ആൻഡ് അതുകൊണ്ട് തന്നെ സസ്പെൻഷന് നല്ല കോംപ്ലയൻസ് ഉണ്ട്. സസ്പെൻഷൻ അത്ര സ്റ്റിഫ് ഒന്നുമല്ല. സോ യു ക്യാൻ ഡെയിലി വേണമെങ്കിൽ ദിവസവും ഓടിക്കാവുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. ആൻഡ് ഈ ഒരു ഗിയർ ബോക്സ് the DQ381 വെറ്റ് ക്ലച്ച് ആയതുകൊണ്ട് പണ്ടത്തെ പോലത്തെ റിലയബിലിറ്റി ഇഷ്യൂസും പേടിക്കൊന്നും വേണ്ട. ഇറ്റ് ഹാസ് ഇനഫ് പൊട്ടൻഷ്യൽ. 7-speed DSG ആണ്. സോ ഇറ്റ് ഈസ് റിയലി ഫാസ്റ്റ്. Coming up to this corner, വണ്ടിയുടെയൊക്കെ ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ ഡൂയിങ് ദിസ് കുറച്ച് ദിവസമായിട്ട് ബ്രേക്സ് ഒക്കെ ഇത്തിരി ജഡറിയാണ്. ബട്ട് ദിസ് കാർ ഈസ് ഫൺ. ഇറ്റ്സ് ആക്ച്വലി സീരിയസ് ഫൺ. ആ ഒരു ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ. The last car I drove here was the MG Cyberster, and this is way more fun. So that's it. It's everything we have loved about the Octavia RS in the past and more. 49.99 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ്. ആൻഡ് സ്കോഡ പറയുന്നത് കംപ്ലീറ്റ് വണ്ടികളും ഒറ്റയടിക്ക് തന്നെ വിറ്റുപോയി എന്നുള്ളതാണ്. ബൈ നൗ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വണ്ടി ഓടിക്കുന്ന രസത്തിൽ ഈ വീഡിയോൻ്റെ ഔട്ട്രോ ബിറ്റ് പറയാൻ ഞാൻ മറന്നുപോയി എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒക്ടാവിയ RS ആണോ ഗോൾഫ് GTI ആണോ പ്രിഫർ ചെയ്യുക എന്നുള്ളത് കമൻസിലൊന്ന് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.